ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. തിരുനാവായയിൽ നടന്ന മഹാമാഘ മഹോത്സവത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന സവിശേഷമായ ഒരു പുണ്യോത്സവമാണ് മഹാമാഘ മഹോത്സവം. 2026 ജനുവരിയിലാണ് ഇത് തുടങ്ങിയത്. ഫെബ്രുവരി 3-ാം തീയതിയാണ് ഇതിൻ്റെ സമാപനം. മലപ്പുറം ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ള പുണ്യസങ്കേതമായ നാവാമുകുന്ദ ക്ഷേത്രത്തിന് സമീപമാണ് ഇത് നടക്കുന്നത്. ഇത് കുംഭമേളയ്ക്ക് തുല്യമായ പവിത്രതയോടെയാണ് വിശ്വാസികൾ ഇതിനെ കണക്കാക്കപ്പെടുന്നത്. പഴയ കാലത്ത് സാമൂതിരിയുടെ അധ്യക്ഷതയിൽ നടന്നിരുന്ന മാമാങ്കത്തിൻ്റെ ആത്മീയ പാരമ്പര്യം വിളിച്ചോതുന്നതാണ് മഹാമാഘം. കുംഭമാസത്തിലെ മകം നക്ഷത്രവും പൗർണമിയും ഒത്തുചേരുന്ന സുദിനത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് നിളാനദിയിൽ സ്നാനത്തിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. ദക്ഷിണ ഭാരതത്തിലെ കാശി എന്ന് വിളിക്കപ്പെടുന്ന ഇവിടെ മഹാമാഘ ദിനത്തിൽ ബലിതർപ്പണം നടത്തുന്നത് പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കാൻ ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ധാരാളം വിശ്വാസികളും അതേപോലെ ഭക്തജനങ്ങളും ഒക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നതിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. നിളാസ്നാനവും പിതൃതർപ്പണവും ഒക്കെ എല്ലാവരും നടത്തി. അതിനുശേഷം ധാരാളം സന്യാസിമാർ പങ്കെടുക്കുന്ന മന്ത്രോച്ചാരണങ്ങളും അതേപോലെ ധാരാളം പൂജകളും ഒക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുന്നതിനും എല്ലാവർക്കും അതിലൊക്കെ പങ്കെടുക്കുന്നതിനും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം എല്ലാവരും നിള ആരതി കാണുന്നതിനായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. സന്ധ്യാസമയത്താണ് നിള ആരതി നടക്കുന്നത്. ഈ മഹോത്സവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആകർഷണമാണ് നിളാ സ്നാനവും നിള ആരതിയും. വിവിധ സന്യാസിമാരുടെ സാന്നിധ്യം ഈ മേളയുടെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ സാംസ്കാരിക സമ്മേളനങ്ങളും ഭക്തിഗാനസുധ എന്നിവ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ പുഴയിൽ നടക്കുന്ന മാഘതിലകം ദീപാരാധന അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ്. ധാരാളം ഭക്തജനങ്ങൾ ഒത്തുചേർന്ന് ദീപങ്ങൾ നദിയിലേക്ക് ഒഴുക്കി വിടുന്ന ഒരു ചടങ്ങാണ്. അതും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ മഹോത്സവത്തിൻ്റേത്. നിള ആരതിയും നിള സ്നാനവും അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. സന്ധ്യാസമയത്താണ് ആരതി നടക്കുന്നത്. ആരതി കാണുന്നതിനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ, ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ദൂരെ നിന്ന് മാത്രമേ നമുക്കിത് ദർശിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ. ഒരുപാട് ദൂരത്ത് നിന്ന് മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. ധാരാളം ഭക്തജനങ്ങൾ അതുപോലെ വിശ്വാസികളും വന്ന് അവിടെ ഒരുപാട് ജനത്തിരക്കുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഒരു സന്ധ്യാസമയത്ത് ഈ നിള ആരതിയുടെ സമയമാകുമ്പോഴത്തേനും ഒരുപാട് വിശ്വാസികൾ വന്ന് ഇത് കാണുന്നതിനായിട്ട് എത്തിച്ചേരും. അപ്പോഴത്തേന് ഒരുപാട് ദൂരെ നിന്ന് മാത്രമേ നമുക്ക് ഈ നിള ആരതി ദർശിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ സന്ധ്യാസമയം അടുത്തു നിള ആരതി ആരംഭിക്കാൻ തുടങ്ങുകയാണ്. സന്ധ്യാസമയത്ത് നമ്മൾ ഈ ഭാരതപ്പുഴയുടെ തീരത്ത് നിന്ന് ഇത് ദർശിക്കുന്നത് വളരെ മനോഹരമായ ഒരു അനുഭവമാണ്. സന്യാസിമാരുടെ മന്ത്രോച്ചാരണങ്ങളുടെയും ഭജനകളുടെയും അകമ്പടിയോടെ പൂജാരിമാർ വലിയ ദീപങ്ങൾ ഒഴിഞ്ഞ് പുഴയെ വന്ദിക്കുന്നതാണ് നിള ആരതി. നൂറുകണക്കിന് ആളുകൾ ഒത്തുചേർന്ന് ദീപങ്ങൾ ഒഴുക്കുന്നതും ഒരു മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഇത്രയും മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം ഒരു സന്തോഷം തോന്നും. അതേപോലെ നിള ആരതി ദർശിക്കുന്നതിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ഭക്തജനങ്ങളുടെ ഒരു വലിയ ഒരു ആവേശവും അതിൽ കാണാൻ പറ്റും. പിന്നീട് നിള ആരതി ദർശിച്ചതിന് ശേഷം വിശ്വാസികൾ സംതൃപ്തിയോടെ തിരികെ പോകുന്നതാണ് കാണുന്നത്.
ഇനിയും വരും വർഷങ്ങളിലും ഈ മഹോത്സവം കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അങ്ങനെ എല്ലാ ഭക്തജനങ്ങളും സംതൃപ്തിയോടെ പിരിഞ്ഞുപോയി. ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.